വെഞ്ഞാറം മൂടിനടുത്ത് തച്ചോണം പ്രദേശത്ത് നടന്ന ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് CI2 തൊഴിലാളികളുമായി ഉണ്ടായ തർക്കം ഒടുവിൽ മുൻ അധ്യാപികയും പോലീസ് ഓഫീസറുടെ ഭാര്യയുമായ പ്രിയ വിനോദിനെ ഒറ്റയ്ക്ക് ഭാരമുള്ള 150 തറയോടുകൾ വാഹനത്തിൽ നിന്നും ഇറക്കാൻ നിർബന്ധിതയാക്കി. വീട്ടു നിർമ്മാണത്തിനായി വെഞ്ഞാറമൂട്ടിൽ നിന്ന് കൊണ്ടുവന്ന തറയോടുകളാണ് രാത്രിയോടെ വീട്ടിലെത്തിയത്. എന്നാൽ വാഹനത്തിലെ ലോഡ് ഇറക്കാൻ പ്രദേശത്തെ തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെട്ടുവെന്നാണ് കലഹത്തിന് കാരണമായത്. വീടിന്റെ ഉടമസ്ഥയായ പ്രിയ വിനോദ് അവർക്ക് ലോഡ് ഇറക്കാൻ സമ്മതിക്കാതെ സ്വയം ജോലിക്കിറങ്ങി. പ്രിയ ഒറ്റയ്ക്ക് ലോഡ് ഇറക്കി തീർക്കുന്നതുവരെ തൊഴിലാളികൾ വീടിന്റെ ഗേറ്റിന് സമീപത്ത് നിന്ന് നോക്കുകയും ചെയ്തു. സാധാരണ സംഭവങ്ങളെക്കാൾ ഇത് വ്യത്യസ്തമായി. സ്ത്രീയായ പ്രിയയുടെ ഇത്തരം നടപടിയാണ് വാർത്തയായി സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രിയ വിനോദ് ഒരു 48 വയസ്സുകാരിയാണ്. മുൻപ് കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്ന ഇവർ ഭർത്താവ് IV വിനോദിന്റെ കൂടെ തച്ചോണത്ത് വീട് നിർമ്മാണത്തിലായിരുന്നു. ഭർത്താവ് വിനോദ് മലപ്പുറത്ത് SI ആയി ജോലി ചെയ്യുന്നതിനാൽ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. രാത്രി ടൈൽ ലോറി വീടിന്റെ കോമ്പൗണ്ടിൽ എത്തിയപ്പോൾ സാധനങ്ങൾ ഇറക്കുന്നതിന് തൊഴിലാളികൾ അധിക തുക ആവശ്യപ്പെട്ടുവെന്നാണ് പ്രിയയുടെ ആരോപണം. അവർക്ക് നേരത്തെ തന്നെ വെഞ്ഞാറമൂട്ടിൽ സാധനങ്ങൾ കയറ്റാൻ കൂലി നൽകിയിരുന്നുവെന്നും വീട്ടിൽ എത്തിച്ച ശേഷവും അമിത കൂലി ആവശ്യപ്പെട്ടപ്പോൾ താൻ സമ്മതിച്ചില്ലെന്നും പ്രിയ പറഞ്ഞു. തൊഴിലാളികൾ വാഹനത്തിലെ ജോലിക്കാരെ ഇറക്കാൻ അനുവദിച്ചില്ല. ലോഡ് ഇറക്കണമെങ്കിൽ പ്രിയയും ഭർത്താവും മാത്രം ഇറക്കണമെന്ന നിലപാടാണ് തൊഴിലാളികൾ സ്വീകരിച്ചതെന്നും പ്രിയ വ്യക്തമാക്കി. ഈ സാഹചര്യം പ്രിയയെ മാനസികമായി വലിയ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും പ്രിയ പിന്മാറിയില്ല. ഒറ്റയ്ക്ക് കഠിന പ്രയത്നത്തിലൂടെ 180 തറയോടുകൾ വാഹനത്തിൽ നിന്ന് ഇറക്കുകയായിരുന്നു. ലോഡ് ഇറക്കിയ ശേഷം മാത്രമാണ് പ്രിയയുടെ മനസ്സിലേക്കുള്ള ഭാരവും ക്ഷീണവും പുറത്തു വന്നത്. അതേസമയം പ്രദേശവാസികൾക്ക് സംഭവം വലിയൊരു കൗതുകമായി. സ്ത്രീയായ ഒരാൾ ഒറ്റയ്ക്ക് ഇത്തരം കഠിന പ്രയത്നത്തിൽ ഇറങ്ങുന്നതും തൊഴിലാളികൾ അരികിൽ നിന്ന് നോക്കി നിൽക്കുന്നതുമാണ് നാട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സംഭവ സമയത്ത് വനിതാ പഞ്ചായത്ത് അംഗവും സ്ഥലത്തുണ്ടായിരുന്നു. അവരും സംഭവത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും നേരിട്ട് കണ്ടു. വിവരമറിഞ്ഞ് പാങ്ങോട് പോലീസും സ്ഥലത്തെത്തിയെങ്കിലും അവരെത്തിയപ്പോഴേക്കും പ്രിയയുടെ ലോഡിറക്കൽ തീർന്നിരുന്നു. സംഭവം രാഷ്ട്രീയ സാമൂഹിക വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറന്നു. പ്രിയയുടെ ആരോപണം രാഷ്ട്രീയ വിരോധത്തിലാണെന്ന നിലപാടിലാണ് പ്രദേശത്തെ CPM CI2 നേതാക്കൾ സ്വീകരിച്ചത്. ഒരു തറയോടിന് വെറും 2 രൂപ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും ആകെ 300 രൂപയാണ് തൊഴിലാളികളുടെ ആവശ്യമായിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണ് പ്രിയ സംഭവത്തെ അമിതമായി ചിത്രീകരിക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ വീടിന്റെ ഉടമസ്ഥയായ പ്രിയയുടെ ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോൾ ആവശ്യപ്പെട്ടത് അമിതമായ തുകയാണെന്ന് വ്യക്തമാണ്. ഇതിനകം തന്നെ കൂലി നൽകിയിട്ടുണ്ടെന്നും വീണ്ടും അമിത കൂലി ആവശ്യപ്പെടുന്നത് അന്യായമാണെന്നും പ്രിയ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് പഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികളും പ്രതികരിച്ചു. സാധാരണ ഇവിടെ ഇത്തരം ലോഡുകൾ പതിവായി വരുന്നില്ലെന്നും തൊഴിലാളികൾ കൂടുതലും പാവപ്പെട്ടവരാണെന്നും അവർ സാധാരണ ആവശ്യപ്പെടുന്ന കൂലിയേക്കാൾ അധികം ചോദിക്കാറില്ലെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. എന്നാൽ പ്രദേശത്ത് പൊതുവെ തൊഴിലാളികളും വീട്ടുടമകളും തമ്മിൽ സഹകരിച്ചാണ് ലോഡ് ഇറക്കുന്നതെന്നും ഇത്തരം സംഘർഷങ്ങൾ അപൂർവമാണെന്നും നാട്ടുകാർ പറഞ്ഞു. പക്ഷേ ഈ സംഭവത്തിന്റെ രാഷ്ട്രീയവും തൊഴിലാളി സംഘടനകളുടെ ശക്തിയും കൂടിച്ചേർന്ന് പ്രശ്നം വർദ്ധിപ്പിച്ചതായി പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. സാധാരണയായി സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ഇത്തരം ശാരീരിക പ്രയത്നമുള്ള ജോലികൾ ഏറ്റെടുക്കാറുള്ളത്. എന്നാൽ പ്രിയ വിനോദിന്റെ നടപടി സമൂഹത്തിന് ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരാൾക്ക് തന്റെ അവകാശത്തിനും മാന്യതയ്ക്കും വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ പോലും തടസ്സമാകുന്നില്ലെന്ന് ഈ സംഭവത്തിലൂടെ തെളിയുകയാണ്. പ്രിയയുടെ ധൈര്യവും തീരുമാനവും നിരവധി പേരുടെ പിന്തുണയും നേടിയിരിക്കുകയാണ്. എന്നാൽ തൊഴിലാളി സംഘടനകളുടെ സമീപനം പൊതുസമൂഹത്തിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പ്രിയയുടെ കുടുംബം നേരിട്ട ഈ അനുഭവം തൊഴിൽ രംഗത്ത് പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാധാരണ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും തൊഴിലാളി സംഘടനകളുടെ അമിത ആവശ്യങ്ങളും ഇതിലൂടെ തെളിയുകയാണ്.